നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഡിഗ്രി ലെവൽ മെയിൻസ് ആണ് വരാനായിട്ട് പോകുന്നത്. 2026 വരാൻ പോകുന്ന ഡിഗ്രി മെയിൻസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് ടോപ്പ് റാങ്കിലെത്താമെന്ന് നമുക്ക് നോക്കാം. 38, 40 ആ റേഞ്ചിലൊക്കെ മാർക്ക് നേടിയവർ, പ്രിലിംസിൽ മാർക്ക് നേടിയവർ പ്രിലിംസിൽ എല്ലാ ടോപ്പിക്കും ഒന്നും കവർ ചെയ്ത് പഠിച്ചിട്ടുണ്ടാകില്ല. എങ്കിലും എഴുതി ഒരു ആവറേജ് പഠനം പഠിച്ച് എഴുതി പ്രിലിംസിൻ്റെ മാർക്ക് കൂട്ടിയപ്പോൾ 38, 40 റേഞ്ചിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇനി ഡിഗ്രി മെയിൻസ് പഠിച്ചിട്ട് ഒരു ടോപ്പ് റാങ്കിലേക്ക് ആദ്യത്തെ ഒരു 50 റാങ്കിനുള്ളിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10 റാങ്കിനുള്ളിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നല്ല എഫേർട്ട് എടുക്കണം. ഇനിയുള്ളൊരു 3 മാസം അതിൽ തന്നെ പല രീതിയിൽ പഠിക്കുന്ന ആൾക്കാർ കാണും, ഇതിനായിട്ട് മെനക്കെട്ടിരിക്കുന്നവർ കാണും, ജോലിക്ക് പോയി പഠിക്കുന്നവർ കാണും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെ പരീക്ഷകളാണ് ഈ ഒരു ഡിഗ്രി ലെവൽ മെയിൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ്, ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ്, ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു സ്വപ്ന ജോലി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, അതുപോലെ യൂണിഫോം ആഗ്രഹിക്കുന്നവർക്ക് SI, എക്സൈസ് ഇൻസ്പെക്ടർ, ഇങ്ങനെ പലതരത്തിലുള്ള പോസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ 38, 40 കിട്ടിയവർക്ക് എല്ലാ പോസ്റ്റുകളും ഒന്നും കിട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അപ്പോൾ ടോപ്പ് മാർക്കൊക്കെ ഉള്ളവർക്കൊരു 80-ന് മുകളിലോട്ട് പോയവർക്കൊക്കെ നല്ല രീതിയിൽ എല്ലാ പ്രിലിംസും ക്വാളിഫൈ ചെയ്യാനും കഴിയും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഏത് പരീക്ഷയും ആയിക്കോട്ടെ, നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല PSCയുടെ കട്ട് ഓഫ് വെച്ചിട്ട്. എന്തായാലും ഒരു 38, 39 റേഞ്ച് കിട്ടിയവർക്ക് ഏത് സ്റ്റേജിലായാലും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പരീക്ഷ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിലബസ് പഠിച്ചു തീർക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും ഒരു സിലബസ് ഉണ്ടെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സിലബസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. സിലബസിൽ മാർക്ക് കൂടിയ ഭാഗം ഏതാണ്, സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടോ, എന്താണ് സിലബസ് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന ധാരണ ഉണ്ടാക്കി ഈ സിലബസ് ഈ 3 മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തീർക്കുക. അതുതന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ള കാര്യവും, അല്ലേ? സിലബസ് പഠിച്ചു തീർക്കുക എന്നൊരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യവും അതുതന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എത്ര മണിക്കൂർ ഒരു ദിവസം ചിലവഴിക്കണം? പറ്റുന്നതിൻ്റെ മാക്സിമം മിനിമം ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ തൊട്ട് നിങ്ങളൊരു ദിവസം കണ്ടെത്തണം. അത് എത്ര കൂടിയാലും കുഴപ്പമില്ല, അല്ലേ? മിനിമം ഒരു 4-5. ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് 4 മണിക്കൂറൊക്കെ കണ്ടെത്താൻ കഴിയുമെന്ന് അറിയത്തില്ല. എങ്കിലും മാക്സിമം കണ്ടെത്തുക. നിങ്ങൾ പഠിക്കുന്ന ആ സമയം ഒരു 2-3 മണിക്കൂറാണെങ്കിൽ പോലും അതെന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം ആരെയും നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അതിൻ്റെ മാക്സിമം വേണം നിങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട്. ഒരു ദിവസം നിങ്ങൾ എല്ലാ സബ്ജക്റ്റുകളും പഠിക്കുക. GKയും മാത്സ്, മലയാളം, ഇംഗ്ലീഷ് പോലുള്ള കാര്യങ്ങൾ, കറണ്ട് അഫേഴ്സ്, SCRT, ഇങ്ങനെ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ, ഒരു ദിവസം ഇത്ര ഭാഗങ്ങൾ കവർ ചെയ്യണമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. ഇത്ര കാര്യങ്ങൾ ഞാൻ പഠിച്ച് തീർത്തിട്ടേ ഇന്ന് കിടക്കുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ദൃഢനിശ്ചയം എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ മാത്രം സ്റ്റക്കായിട്ട് പരീക്ഷ അടുക്കുമ്പോഴും സിലബസിൻ്റെ 1% പോലും തീർക്കാതെ നിങ്ങൾക്ക് കഴിഞ്ഞ വട്ടങ്ങളിലൊക്കെ പറ്റിയ അബദ്ധങ്ങൾ പോലെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്നത്രത്തോളം ടൈം നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പരിമിതികൾ നിങ്ങൾക്കേ അറിയൂ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ടൈം കണ്ടെത്താൻ പറ്റുമോ അത്രയും ടൈം കണ്ടെത്തി പഠിച്ചുകൊള്ളുക. അപ്പോൾ ഒരു ദിവസം ഡെയിലി ഒരു 30 മിനിറ്റ് നിങ്ങൾ GK പഠിക്കണം. അത് തന്നെ സ്പീഡിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഇന്ന് ഹിസ്റ്ററിയും ജോഗ്രഫി 2 സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്തെടുക്കുക. ഇന്ന് ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിച്ചാൽ നാളെ അടുത്ത 2 സബ്ജക്റ്റുകൾ പഠിക്കാം. അതുപോലെ സയൻസിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനൊക്കെ സയൻസിന് നല്ല വെയിറ്റേജ് ഉണ്ട്. 6 മാർക്ക് ബയോളജി, ബാക്കി 3 വെച്ച് ഫിസിക്സ്, കെമിസ്ട്രി ഭാഗങ്ങളിൽ നിന്നും ചോദിക്കും. അതുപോലെ 30 മിനിറ്റ് നിങ്ങൾ SCRT ചാപ്റ്റർ പഠിക്കുക. SCRT ഒക്കെ ഒരുപാട് പോളുകളായിട്ടും ഒക്കെ കിട്ടുന്ന ടെലിഗ്രാം ചാനലുകളൊക്കെ ഉണ്ട്. ചാപ്റ്റർ വായിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ആ കണ്ടൻറ്റ് പഠിച്ചെടുക്കുക. ചാപ്റ്റർ വായിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് 30 മിനിറ്റ് നിങ്ങൾ SCRT പഠിക്കാനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ SCRT പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റുകൾ പഠിക്കാം. നിങ്ങൾ പഠിച്ച GK ടോപ്പിക്കിൻ്റെ തന്നെ SCRT പഠിക്കണമെങ്കിൽ ആ രീതിയിൽ പഠിക്കുക. ഏത് രീതിയിലായാലും ഡെയിലി 30 മിനിറ്റ് നിങ്ങൾ GKയിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. GKയിലെ കോമൺ ടോപ്പിക്കുകൾ, സയൻസ് 2 അങ്ങനെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇവിടെ തന്നെ 1 മണിക്കൂർ കിട്ടി. പിന്നീട് 30 മിനിറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അത് ഒരുമിച്ച് പഠിക്കാം. അല്ലെങ്കിൽ ഇന്ന് മാത്സ്, നാളെ മലയാളം, മറ്റന്നാൾ ഇംഗ്ലീഷ്, ആ രീതിയിൽ പഠിക്കാം. അതുപോലെ നിങ്ങളൊരു 30 മിനിറ്റ് പ്രീവിയസ് ഇയർ
ക്വസ്റ്റ്യൻസ് അത് വർക്കൗട്ടിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ഒത്തിരി ഒരു പരീക്ഷയായിട്ട് എഴുതി നോക്കുന്നത് തന്നെയാണ് ഏറ്റവും യൂസ്ഫുൾ ആകുന്നത്. അങ്ങനെ ഇല്ലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ആദ്യത്തെ പേജിലൊരു 10 ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ABCD ഉത്തരങ്ങൾ എഴുതി നോക്കിയിട്ട് തെറ്റിയത് മാത്രം ഒരു ബുക്കിലേക്ക് എഴുതിയെടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. അതൊരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. വരുന്ന പരീക്ഷകളിൽ ഒരു 10% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാ പരീക്ഷയിലും ചോദിക്കും, റിപ്പീറ്റഡ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളൊക്കെ. അപ്പോൾ 30 മിനിറ്റ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം MEM എന്ന് പറഞ്ഞ് കോമൺ ആയിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് പഠിക്കാം. അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് വെച്ച് എടുത്തിട്ട് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ എത്ര മണിക്കൂറായി നോക്കിയേ? 2 മണിക്കൂർ. GK, SCRT എല്ലാം 30 മിനിറ്റിൻ്റെ സ്ലോട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ പഠിച്ചു പോലെ GK മാത്രം വായിച്ച് മെയിൻസ് വരെ ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ വരവും ആഗമനവും തിരുവിതാംകൂർ ചരിത്രവും കൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷവും നിങ്ങളിതുപോലെ പ്രിലിംസ് കിട്ടുമോ മെയിൻസ് കിട്ടുമോ എന്നുള്ള രീതിയിൽ ഇരിക്കേണ്ടി വരും. നിങ്ങൾക്കൊരു തപസ് പോലെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ, ഒരു 90 ദിവസം അല്ലെങ്കിൽ ഇനിയുള്ളൊരു 70 ദിവസം നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മെയിൻസ് അടിച്ചെടുക്കാം. ഇനി അതുപോലെ 30 മിനിറ്റ് കറണ്ട് അഫേഴ്സ് നല്ല വെയിറ്റേജ് ഉള്ള ഭാഗമാണ്. 15 മാർക്ക് കറണ്ട് അഫേഴ്സാണ്. ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി വരും. നിങ്ങൾക്ക് ക്രോഡീകരിച്ച് കിട്ടുന്ന കറണ്ട് അഫേഴ്സൊക്കെ എഴുതി വെക്കാൻ. ഓരോ ദിവസത്തെയും കറണ്ട് അഫേഴ്സ് അങ്ങ് അപ്ഡേറ്റ് ചെയ്ത് പൊക്കോളാം. പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ നോബൽ പ്രൈസ്, അവാർഡുകൾ, നിയമനങ്ങൾ, വേദികൾ, ഇങ്ങനത്തെ കറണ്ട് അഫേഴ്സും കൂടെ കുറേശ്ശെയായിട്ട് പഠിച്ചു വരിക. ഇനി സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടെങ്കിൽ അതൊരു 30 മിനിറ്റ് പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക് കമ്പനി ബോർഡിനൊക്കെ ആണെങ്കിൽ സുപ്രധാന നിയമങ്ങളാണ് വരുന്നത്. അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്, അങ്ങനെ അതിന് കുറച്ച് സമയം കണ്ടെത്തുക. ഇനി ബാലൻസ് വരുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സൺഡേ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തുക. നിങ്ങൾ ഈ പഠിച്ചതിൻ്റെ എല്ലാം ഒരാഴ്ചയുടെ അവസാനം നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തുക. റിവിഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് റിവിഷന് പലർക്കും മടിയാണ്. പക്ഷേ റിവിഷൻ നടത്തിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതെല്ലാം വെറുതെയാണ്. നിങ്ങൾ ഈ 6-7 ദിവസം പഠിച്ചതൊക്കെ സൺഡേ ഒന്ന് റിവിഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കതെല്ലാം വേസ്റ്റ് ആവുക. നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. അടുത്ത ആഴ്ച എടുത്ത് നോക്കുമ്പോൾ എനിക്കിനി ഇത് പഠിക്കാൻ വയ്യാന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ റിവിഷൻ മസ്റ്റായിട്ട് നടത്തുക. ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതെല്ലാം ഇരുന്ന് ഒന്നും കൂടെ വായിക്കണം എന്നല്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചിട്ട് അത് സൺഡേയിലെടുത്ത് റിവിഷൻ ചെയ്താൽ മതി. അല്ലാതെ വീണ്ടും ഒന്നേന്നിരുന്ന് പഠിച്ച ടോപ്പിക്കുകൾ വായിക്കണം എന്ന് തോന്നുമ്പോഴാണ് എല്ലാവർക്കും മടിയുണ്ടാകുന്നത്. അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ പഠിക്കുന്ന സമയത്ത് കുറച്ച് ചോദ്യങ്ങൾ എഴുതിയെടുത്തിട്ട് സൺഡേയിൽ ഇതിൻ്റെയൊക്കെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ ആ ഒരു ഭാഗം ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു റിവിഷനും കൂടെ ഒന്ന് കണ്ണോടിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് എടുത്താൽ നിങ്ങൾക്ക് സെറ്റായിട്ട് എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അടുത്ത ഡിഗ്രി മെയിൻസിന് ടോപ്പ് റാങ്കിൽ നിങ്ങളുണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു മാർക്ക് റേഞ്ച് നിങ്ങൾ മാറ്റാൻ വേണ്ടി ഇങ്ങനെ മൾട്ടിപ്പിൾ സബ്ജക്റ്റുകളായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഹിസ്റ്ററിയും ജോഗ്രഫിയിലും മാത്രം സ്റ്റക്കാവരുത്. സിലബസിൽ ആദ്യം കിടക്കുകയെന്നും പറഞ്ഞ് അതിൽ തന്നെ സ്റ്റക്കായിട്ടിരുന്നാൽ പോകും. അടുത്ത വർഷവും നിങ്ങളിതുപോലെ ഇരിക്കേണ്ടി വരും. പിറ്റേ ദിവസം കേരള അഡ്മിനിസ്ട്രേഷനും അതുപോലെ എക്കണോമിക്സും പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഭരണഘടനയും ബയോളജിയും പഠിക്കുക. വായിച്ച് 1 ടൈം റീഡിങ്ങിലൂടെ സിലബസ് മൊത്തത്തിൽ അങ്ങ് അരച്ച് കലക്കി കുടിക്കുക. സെക്കൻഡ് ടൈം റീഡിങ്ങിൽ നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പെർഫെക്ഷൻ ആക്കാം. ഫസ്റ്റ് ടൈം റീഡിങ്ങിൽ പെർഫെക്ഷൻ വേണ്ട, എല്ലാം ഒന്ന് വായിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ വായിക്കുക. ആദ്യം തന്നെ പെർഫെക്ഷന് പോകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ എന്നും എത്തായതായിട്ട് പോകും. അപ്പോൾ ആദ്യം GK ഒക്കെ ഒറ്റ തവണ വായിച്ചിട്ട് സെറ്റാക്കുക. സെക്കൻഡ് ടൈമിൽ പെർഫെക്ഷൻ കൂട്ടി തേർഡ് ടൈമിൽ വീണ്ടും പെർഫെക്ഷൻ കൂട്ടി അങ്ങനെ വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 3 മാസം നിങ്ങൾ എവിടെയും എത്താതെ പോകും. അപ്പോൾ ഇതുപോലത്തെ സ്റ്റഡി പ്ലാനൊക്കെ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ള ഫ്രീ ക്ലാസ്സുകളും CPO WCPOൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും തുടങ്ങിയ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അടുത്ത ഡിഗ്രി മെയിൻസിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റാങ്ക് എത്രയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക.